സോ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മൾ പൊതുവെ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പം ബ്രസ്റ്റ് സെൽഫ് അവെയർനെസ് എന്നൊരു വേർഡും കൂടെ കേൾക്കുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും വ്യത്യാസമായിട്ട് പറയാനൊക്കെ ഇല്ല. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ നമുക്കൊരു സംശയം തോന്നുമ്പോഴും നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ട് നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യിപ്പിക്കും. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കുളിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് വീൽ എക്സാമിൻ ദ ബ്രസ്റ്റ്. പിന്നെ രണ്ടാമത് അതിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ വി ഗോയിൻ ഫോർ എ ഡെഡിക്കേറ്റഡ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് പരിചയമുള്ള ഒരു ഡോക്ടറെയോ ഒരു സ്റ്റാഫ് നഴ്സിനെയോ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. ഈ ബ്രസ്റ്റ് അവെയർനെസ് ഇസ് സപ്പോസ് ടു ബി മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ കോണ്ടൂഴ്സ് നമ്മൾ തന്നെ അവെയർ ആയിരിക്കും. ഒന്ന്, അതിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, ഡിംപ്ലിങ്, എനി അൾസേഴ്സ് ഒന്ന്. രണ്ട്, അതിൻ്റെ അനാറ്റമിക്കൽ ചേഞ്ചസ്. യു ഹാവ് ടു ബ്രസ്റ്റ്, അപ്പോൾ റൈറ്റും ലെഫ്റ്റും നമ്മൾ നോക്കുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ. മൂന്ന്, അതിനകത്ത് എവിടെയെങ്കിലും ട്യൂമേഴ്സോ മാസസോ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇപ്പം ആൾക്കാർ പറയുന്ന ഒരു ബ്രസ്റ്റ് അവെയർനെസ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഓഫ് കോഴ്സ്, breast self-examination and breast examination have their own parts, but you should be aware of your own breast. It's anatomical contours. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിനകത്തൊരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾക്കിപ്പം ഒരു 40-45 കഴിയുമ്പോൾ ഒരു നിപ്പിൾ റിട്രാക്ഷൻ കണ്ടു. ദ നിപ്പിൾ ഗോസ് ഇൻസൈഡ് ഓർ ഇറ്റ് ബിക്കംസ് പുൾഡ് ടു വൺ സൈഡ്. അങ്ങനെ വരുമ്പം സാധാരണ നമ്മൾ പറ്റുന്നതെന്ന് വെച്ചാൽ then definitely there is something which is pulling it to one side. So ആ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യുകയോ നമുക്കൊരു ഡോക്ടറെ സമീപിക്കുകയോ ചെയ്യണം.